യൂട്യൂബർമാരെല്ലാം മോശമെന്നല്ല, അതിനകത്ത് കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ കരുതി വെച്ച് കാണിക്കാനും നിങ്ങളുടെ ബിസിനസ് തകർക്കാനുമായിട്ട് ചില സാധനങ്ങളുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കുന്നിടത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോങ് സ്ഥലത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത്. എത്തിക്കണം. അപ്പൊ നമ്മളെ വിശ്വസിച്ച് നമ്മളൊരാള് നമുക്ക് ഏൽപ്പിക്കുമ്പോൾ അവരോട് നമ്മൾ ചെയ്യേണ്ട കുറച്ച്. ദിയ കൃഷ്ണയുടെ അച്ഛനെ അറിയാത്തവർ ആരും ഇല്ലല്ലോ, നമ്മുടെ കൃഷ്ണകുമാർ. കൃഷ്ണകുമാറിന്റെ പേരിലാണല്ലോ ഈ മക്കൾ അറിയപ്പെടാൻ തുടങ്ങിയത്. അല്ലാതെ ഈ പറയുന്ന മക്കളെ ആർക്കറിയാം? പിന്നെ അതുപോലെ തന്നെ റംബൂട്ടാന്റെ പേരും പറഞ്ഞിട്ടാണ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി. അവസാനം പിന്നെ റംബൂട്ടാൻ ഫാമിലി എന്നൊക്കെ ഇടയ്ക്ക് ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ ദിയ കൃഷ്ണയുടെ അച്ഛന് ഈ ഒരു 8 ദിവസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡ്രസ്സിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറെ യൂട്യൂബേഴ്സ് ഈ അടുത്ത സമയത്ത് അവരുടെ മകളുടെ ബിസിനസ് തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ചില യൂട്യൂബേഴ്സ്, എല്ലാവരും അല്ല പുള്ളി പറയുന്ന ചില യൂട്യൂബേഴ്സ്. യൂട്യൂബർ മറ്റാരുമല്ല, നമ്മുടെ ലൈഫ് ഓഫ് അനന്തുനെയാണ് മെയിനായിട്ട് മെൻഷൻ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഇടപെടേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്തുവിന്റെ വീട്ടിലെ പോലീസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ പെങ്ങളുടെ പെണ്ണ് കാണാൻ ചടങ്ങും കൂടെ നടക്കണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന പോലീസ് ആ വീട്ടിലോട്ട് കയറി വരികയൊക്കെ ചെയ്തത്. ഓക്കെ, എന്തായാലും ആ വിഷയം ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ അദ്ദേഹം ഹാൻഡിലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമ്മുടെ കൃഷ്ണകുമാറിന്റെ ഇന്റർവ്യൂയും പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, പിന്നെ ഈ എല്ലാം ഈ യൂട്യൂബേഴ്സ് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരുടെ തലയിൽ വെക്കാതെ അന്ന് ഈ വിഷയം കൊണ്ടുവന്നത് ഉപ്പും മുളകുമാണ്. അവർ ഈ പറയുന്ന ഉപ്പും മുളകും ആ വിഷയം ചെയ്തത് അതിന്റെ ഡേറ്റും കാര്യങ്ങളും സഹിതം ഞാനിവിടെ വെച്ചുതരാം. ഉപ്പും മുളകും ലൈറ്റിലെ ആന്റി വന്നിട്ടാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവരാണ് ഈ വിഷയം ആദ്യം എടുത്തിടുകയും ചെയ്തത്. ആദ്യം ഒരു പെൺകുട്ടി, ഒരു യൂട്യൂബർ, ഒരു പെൺകുട്ടി സേത എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ് ഈ വിഷയം ആദ്യം എടുത്ത് ചെയ്യുകയും ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള യൂട്യൂബേഴ്സ് ചെയ്തത്. അറിയാമല്ലോ, റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് അത് ചെയ്യും. അതങ്ങനെയാണ്. ഇതെല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്തുവിന്റെ നെഞ്ചത്തോട്ട് വന്നെന്ന് മാത്രം. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വസ്ത്രത്തെ കുറിച്ച് പറയുക എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതലും തോന്നിയിട്ടുള്ളത്. ഇപ്പോ സാർ തന്നെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പലരും ഈ ചിത്രങ്ങളിൽ വെച്ചിട്ടാണ് ആളുകൾ എന്ത് ഡ്രസ്സാണ് ഈ ധരിക്കുന്നത്, ഇങ്ങനെയാണോ ഡ്രസ്സ് ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി അത് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഒരു പെൺകുട്ടി തുണി ഇല്ലാതെ നടന്നു പോകുന്നു, തൊടാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത് എവിടെ നിയമം? ഒരാൾക്ക് എങ്ങനെ നടക്കണം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ നിയമത്തിൽ? ആരെന്ത് വസ്ത്രം ധരിക്കണം? ഇത് ഉടനെ പറയുന്നത് വെച്ചാൽ ആണുങ്ങളുടെ അങ്ങനെയാണെങ്കിൽ അവന് എന്താണെന്ന് വെച്ചാൽ അവന് ചികിത്സ കൊടുക്കണം. നമുക്കിത് ഇവിടെ ഇത്രയും ആണുങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ, ഈ കുറച്ചു പേർക്ക് മാത്രമാണ്. ഇത് ഞരമ്പുകളുടെ കുഴപ്പമാണ്. ഇതിന് ചികിത്സയാണ് ആവശ്യം. ഒന്നാമത്തെ കാര്യം, പണ്ടൊരു കാര്യം പറയും, ഭയഭക്തി ബഹുമാനം എന്ന് പറയും. ഇവിടെ ഭയമില്ല, അതായത് ശിക്ഷാ നടപടികൾ കുറവാണ്. ഒരേ തെറ്റ് ചെയ്യുന്നതിൽ തന്നെ 10 പേർക്ക് ഒരു ശിക്ഷ, മറ്റൊരാൾക്ക് വേറെ ശിക്ഷ. ഇതാണ് അപകടം വരുത്തുന്നത്. ശിക്ഷ കടുപ്പിച്ചാലുണ്ടല്ലോ ഒരുതനും കളിക്കത്തില്ല. ഭയമില്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഭയം വന്ന ഒരു കുഴപ്പമുണ്ട്, ഭക്തിയും ബഹുമാനം എൻ്റെ കൂടെ ഇൻബിൽറ്റാ വന്നോളൂ. അത് മാറുമ്പോഴത്തേക്ക് ഈ പ്രശ്നമൊക്കെ തീരും. ഒരു ഞരമ്പനെ നല്ല പോലെ ഒന്ന് പിടിച്ച് ശിക്ഷിക്കുന്ന പബ്ലിക്കായിട്ട് കാണിച്ചു കൊടുക്കട്ടെ, എല്ലാം മാറിക്കോളും. ഇതിപ്പോ 2 പെൺകുട്ടികളും പയ്യന്മാരും കൂടി ഒരു ഫ്ലാറ്റിലെങ്ങനെ കൂടിക്കഴിഞ്ഞ് ഇവിടെ പലർക്കും ഭൂമി ഇളകുന്ന പോലെ. ഞാൻ പിന്നെ നിങ്ങളുടെ ആരും, നിങ്ങൾക്കത് ശല്യമില്ലല്ലോ, അവരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? അപ്പോൾ നിങ്ങളുടെ മക്കൾ ഞാൻ എൻ്റെ മക്കൾ പോകുമായിരിക്കും, പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല. അവരാരുടെ കൂടെ പോകുന്നു, എന്തിനു പോകുന്നു എനിക്ക് ബുദ്ധിമുട്ടേ. അത് അവരുടെ ഇഷ്ടമാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൻ്റെ യാതൊരു ഇതും നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന കാര്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനാണ് ഇദ്ദേഹമാണ് ഈ BJPക്ക് വേണ്ടി മത്സരിക്കാൻ നിന്നത്. എനിക്ക് താങ്കളോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ്. ഞാൻ അതിലോട്ട് വരാം. ഇപ്പോഴത്തെ കാലം എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ, മക്കൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തിനങ്ങ് വിട്ടേക്കണം. ഇതുപോലെ ആയിരുന്നു ഈ പറയുന്ന അഫാന്റെ കേസായിട്ട് നിങ്ങൾ കണ്ടില്ലേ? പ്രായപൂർത്തിയായ ഒരു പെണ്ണായിരുന്നല്ലോ ആ പെൺകുട്ടിയും. അവൻ വിളിച്ചു അമ്മയ്ക്ക് സുഖമല്ലെന്നും പറഞ്ഞ് വീട്ടിൽ ചെന്ന് തലക്കടിച്ച് നിസ്സാരമായിട്ട് അങ്ങ് കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. കാലം അതുപോലായി. അതും താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അതും ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്, ഒന്നല്ല 4 പെൺകുട്ടിയുടെ അച്ഛനാണ് ഇങ്ങനെ വന്നിട്ട് ഈ സംസാരിക്കുന്നത്. ഓക്കെ, ഇയാൾക്ക് യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണ്. ഇയാൾക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയാം. കാലം അതുകൂട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഈ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സത്യം പറയാം, പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഇയാൾ ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്. പണ്ട് ഡ്രസ്സിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അതൊന്ന് വെച്ച് തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇയാളുടെ സ്റ്റാൻഡ് എന്താണെന്നുള്ള രീതിയിലൊക്കെ. അവരുടെ ഇഷ്ടമാണ് ഈ പറയുന്ന വസ്ത്രവും കാര്യങ്ങളൊക്കെ ധരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതിയിലൊക്കെ. എന്നാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരുമ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് വിലയിരുത്തി ഈ മനുഷ്യനെ കുറിച്ച്.
പലപ്പോഴും ഈ പറയും ഈ ഇന്ന വേഷം ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ്. അല്ല, ഈ വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളമല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഈ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പോലും ഞാൻ പറഞ്ഞു കൊടുക്കും, എടുത്ത് എവിടെ വേണോ നിങ്ങൾക്ക് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ റോങ് സ്ഥലത്ത് റോങ് പാർട്ടിയുമായിട്ട് റോങ് ടൈമിൽ പോകരുത്. നമ്മളായിട്ട് ക്ഷണിച്ച് വരുത്തരുത് പ്രശ്നങ്ങൾ. പിന്നീട് നടന്നത് ചരിത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എല്ലാം കവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ എടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ ഇവരുടെ ഇൻസ്റ്റയും കാര്യങ്ങളെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇദ്ദേഹം പറഞ്ഞല്ലോ റോങ് ടൈം, പിന്നെ ഈ റോങ് പാർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇവർ പോകാത്ത പാർട്ടിയും കാര്യങ്ങളും ഇല്ല. അതുപോലെ നൈറ്റ് പബ്ബിലാണെങ്കിൽ ഇവർ അടിച്ചു പൊളിച്ച് നടക്കുന്ന ടീംസൊക്കെ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ. ഡ്രസ്സിന്റെ കാര്യം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹം ആ പറഞ്ഞ പണ്ടത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കേട്ടില്ലേ, ഇപ്പൊ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇയാൾക്കൊരു നിലപാടുണ്ടോ? യഥാർത്ഥ രാഷ്ട്രീയക്കാരെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അങ്ങേറെ സംസാരവും കാര്യങ്ങളൊക്കെ. വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന ഹണിമൂൺ സമയത്ത് ഇവരെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോയത്. ആ സമയത്ത് ഇവർ ബീച്ചിൽ എല്ലാവരും കൂടെ ചേർന്നുള്ളത് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളോ അത് തന്നെ യൂട്യൂബിൽ എല്ലാവരും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പറയുന്ന ഫാമിലിയിലുള്ളവരൊക്കെ തന്നെ. അപ്പം തന്നെ ഈ ഡ്രസ്സിൻ്റെയും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അതൊരു വേറെ രീതിയിലായിപ്പോവും. ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ മാറ്റി പറയുമ്പോഴേ പുച്ഛം മാത്രമേ ഉള്ളൂ എൻ്റെ പൊന്നാശനെ. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതാണ് മെയിനായിട്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഇതിലോട്ട് പോകാം, വീഡിയോയിലോട്ട്. ഇഷ്യൂ പറഞ്ഞൊരു വീഡിയോ ഇറക്കി. അതിലൊക്കെ പലർക്കും പണം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്കത് ദോഷമായിട്ട് തോന്നുന്നില്ല. മാനസികം ഞാൻ ഒരിക്കൽ അവൾക്കത് ചെറിയൊരു തട്ട് കിട്ടി ഇടയ്ക്ക്. കാരണം വെച്ചാൽ അവളുടെ കച്ചവടത്തെ തകർക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതിനകത്ത് സോഷ്യൽ മീഡിയ വളരെ നല്ല. പക്ഷേ ഈ കച്ചവടത്തെ തകർക്കാൻ വേണ്ടി ആരും ഒന്നും ചെയ്തതല്ല സാറേ. നിങ്ങളുടെ മകള് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കസ്റ്റമറെ ഹാപ്പി ആക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് നിങ്ങളുടെ മകളുടെ പേജ് തന്നെ എടുത്ത് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 1 മില്യൺ ഹാപ്പി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ആ ചാനൽ ഇപ്പം 2 ലാക്ക് ഹാപ്പി കസ്റ്റമേഴ്സ് എന്നാണ് കിടക്കുന്നത് തന്നെ. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ നിങ്ങളുടെ മോഡൽ നിലപാടും കാര്യങ്ങളും ഒക്കെ. അത് ആ വിഷയം വന്നതിന് ശേഷമാണ്. ആ വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ലൈഫ് ഓഫ് അനന്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം കുറെ കണക്കും കാര്യങ്ങളും എഴുതി വെച്ച OC വന്നിട്ട് കരഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളി ഉമ്മൻ കാർഡൊക്കെ ഇറക്കാൻ നോക്കിയ കഥകളൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു. ഓക്കെ, ഒരിക്കലും അവരുടെ ബിസിനസ് തകർക്കാൻ നോക്കിയതൊന്നുമല്ല. അവർ ചെയ്ത തെറ്റ്. കാരണം ഒരാൾക്കൊരു കാര്യം അയച്ചു കൊടുക്കുമ്പോൾ അത് വൃത്തിയും വരെയായിട്ട് അയച്ചു കൊടുക്കണം. ഈ വിഷയം ആദ്യം കൊണ്ടുവന്നത് ഈ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിലെ ആൻറ്റിയാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, അതിന്റെ ഡേറ്റ് സഹിതം ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം വീഡിയോയില. അവർ ഒക്ടോബർ 17 കണ്ടാന്ന് തോന്നുന്നു ആ വീഡിയോയും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്ത്. അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെടുത്തിട്ട് റിയാക്ട് ചെയ്തത്. ഓക്കെ, എന്തായാലും സാറ് ബാക്കി പറ. ഡബിൾ എഡ്ജ് സ്വാഡ് എന്ന് പറയും. ഏറ്റവും കട്ട് ചെയ്യുന്ന സംഭവം. ഇപ്പൊ എന്ന് വെച്ചാൽ പ്രിൻസി നാളെ ഒരു സ്ഥാപനം തുടങ്ങുന്നു, പെട്ടെന്ന് ഉയർന്നു. അപ്പൊ അപ്പുറത്തിരിക്കുന്ന 5 പേർക്ക് അത് ബുദ്ധിമുട്ട് വരുന്നു. അല്ല, ഒരു കടക്കാരന് അയാള് ഈ യൂട്യൂബർമാരെല്ലാം മോശമെന്നല്ല, അതിനകത്ത് കുറച്ചുപേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങളെ കരുതേച്ച് കാണിക്കാനും നിങ്ങളുടെ ബിസിനസ് തകർക്കാനുമായിട്ട് ചില സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ ഇടപെട്ട് നിയമപരമായിട്ട്, അതുവരെ ഞാൻ ഇടപെടില്ലായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ അതിക്രൂരമായ ക്രിമിനൽ ആക്ടിവിറ്റി നടക്കുന്നു, അവിടെ വരെ ഞാൻ ഇടപെട്ടില്ല. അവിടെ നമ്മൾ ഇടപെടും. എവിടെ എങ്ങനെ പരാതി കൊടുക്കണം, ആരോട് സംസാരിക്കും. കാരണം എൻ്റെ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യും, ഞാൻ കൂടെ നിൽക്കും. അത് ശരിയും തെറ്റൊന്നും ഞാൻ നോക്കത്തില്ല. അത് എൻ്റെ ഒരു രീതിയാണ്. മക്കളെ പ്രൊട്ടക്ട് ചെയ്യണം. ഓക്കെ, മക്കൾ ബിസിനസ് ചെയ്യുമ്പോൾ അത് സത്യസന്ധത ഉണ്ടോന്നും കൂടെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഒരു അച്ഛൻ്റെയാണ്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും വന്നിട്ട് അച്ഛാ എൻ്റെ ബിസിനസ് തകർക്കാൻ ഇത് ചെയ്യുന്നുണ്ട്, അവൻ്റെ അടുത്ത് ഇങ്ങനെ പോലെ പോലീസ് പറഞ്ഞു വിടണം. ഒരേ സ്ഥാപനത്തിലെയും, അതായത് ഞാൻ ഈ പറയാൻ വന്ന കാര്യങ്ങളെ ഈ പറയുന്ന OC തകർക്കാൻ വേണ്ടി വേറെ ഒരു കമ്പനിയുടെ കൊട്ടേഷൻ ഒന്നും ഈ പറയുന്ന അനന്തൊന്നും മേടിച്ചിട്ടൊന്നും ഇല്ല. അദ്ദേഹം റിയാക്ഷൻ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം നിങ്ങളുടെ മോടെ വീഡിയോയിലെ കുറെ തെറ്റുകളും കാര്യങ്ങളും അത് ജനങ്ങളെടുത്ത് എത്തിച്ചു. അതാണ് ചെയ്തത്. ആ ചെയ്തതിന് നിങ്ങളുടെ മോക്ക് ശരിക്കും അതങ്ങ് കൊണ്ടു. അതാണ് സത്യം പറഞ്ഞാൽ. അന്ന് കരഞ്ഞു മെഴുകിയപ്പം ആവശ്യമില്ലാത്ത വല്ല നുണകളും എല്ലാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരിക്കും. നിങ്ങൾക്ക് നല്ല ഹോൾഡും കാര്യങ്ങളും ഉണ്ടോ. നിങ്ങൾ എന്താ പറയണ്ട, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലീസിനെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു, നിങ്ങളും വീഡിയോ ഡിലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ്. പക്ഷെ നിങ്ങൾ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കണ്ട് 1 മില്യണോളം, എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് നമ്പർ 1 ഒക്കെ ഉണ്ടായിരുന്നു ആ വീഡിയോയും കാര്യങ്ങളൊക്കെ. പക്ഷെ ജനങ്ങൾ ഈ പറയുന്ന അനുദൂട്ട് കൂടെ ആയിരുന്നു അന്ന് സപ്പോർട്ട് ചെയ്തതൊക്കെ. ഓക്കെ, ഇത് എവിടെ നിന്നാണ് ഇത് കറക്റ്റ് വന്നതെന്ന് പറഞ്ഞു. ഉപ്പുമുളകും ഫാമിലിയാണ് അന്ന് ഈ ഒരു കാര്യം കംപ്ലൈന്റും കാര്യങ്ങളായിട്ട് ആദ്യം വന്നത്. ഓക്കെ, അതിന്റെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. ഇദ്ദേഹം വന്നിട്ട് ഈ ഫാമിലിയെ തകർക്കാൻ
തകർക്കാനും അതിനെ തകർക്കാനും അതൊക്കെ എന്തിനാ സാറേ ഇങ്ങനെ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, ഈ ലൈഫ് ഓഫ് അനന്ത് ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് നവംബറിലാണ്. ഉപ്പുമുളകും ഫാമിലി ആദ്യം ഒക്ടോബർ 17 ഈ വീഡിയോ ആദ്യം ഇടുന്നത്. അപ്പോൾ ഇപ്പം തന്നെ ഈ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആദ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ച ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. പിന്നെ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവർ എന്തായാലും ഇത് ചെയ്യും. നമ്മുടെയൊക്കെ ജോലി ഇതല്ലേ സാറേ. നിങ്ങൾ പറയുന്ന തൊട്ട് ഞങ്ങൾക്ക് ഫാമിലി വ്ളോഗ് ഇട്ട് ഇങ്ങനെ കുടുംബം ഇത് കാണിക്കാനും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങളും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഇതൊക്കെ വെച്ച് സംസാരിച്ച് അങ്ങ് ജീവിച്ചു പോകുന്നു. പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ സത്യസന്ധതയുണ്ട്. ഒരു തെറ്റുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ ആൾക്കാരെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ചിലർക്ക് ഗുണവും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നവരോട് ഞാനിത് പ്രത്യേകിച്ചും പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് ഉപ്പും മുളകും ലൈറ്റ് ലാൻഡ് സംസാരിക്കുന്നൊന്ന് വെച്ചുതരാം. ഉത്തരപ്പെട്ടാണ് എത്തിക്കണം. അപ്പം നമ്മളെ വിശ്വസിച്ച് നമ്മളൊരാൾ നമുക്ക് ഏൽപ്പിക്കുമ്പോൾ അവരോട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കടമകളുണ്ട് അല്ലേ. നമ്മൾ അവരിൽ നിന്ന് കാശ് മേടിച്ചു വെച്ചു. അപ്പം നമ്മൾ ചെയ്യേണ്ട കടമ, കല്ല് പോയത് പോട്ടെ, കൊറിയർ വരുമ്പോൾ തട്ടിമുട്ടി പോയി, ശരി ഓക്കെ, അത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെക്കുക, അത് സാരില്ല. പക്ഷെ ഒരു ജോഡി കമ്മലോട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഒരു മാലും ഒരു കമ്മലും ഒരു സെറ്റിൻ്റെ ഒരെണ്ണം ഉള്ളൂ. 2 കമ്മൽ വേണമല്ലോ, നമുക്ക് 2 കാതിൽ ഓരോന്ന് ഇടുന്നത്. ഒരൊറ്റ കമ്മൽ തെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇത്രയും നിലനിൽക്കുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോൾ അത്യാവശ്യം ഫേമസ് ആണ്. ഫേമസിൻ്റെ അങ്ങേ തലയിൽ നിൽക്കുന്ന ഒരാളുടെ ബിസിനസ്സാണിത്. ഇതാണോ എനിക്കറിയില്ല, അതാണോ മര്യാദ എനിക്കറിയാം. നമ്മൾ എന്തൊരു ബിസിനസ് നടത്താണേലും അവർ മേടിക്കുന്ന കാശ് വെച്ചൊക്കെ നമ്മളൊന്നുമല്ല. ഓക്കെ, അവർ ഓർഡർ ചെയ്ത കമ്മല് അതിൽ ഒറ്റൊരെണ്ണം മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. അതാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ദിയ കൃഷ്ണയ്ക്ക് മെസ്സേജ് അയച്ചതിൻ്റെ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അവർ വെക്കുന്നുണ്ട്. ഞാൻ അതും ഒന്ന് വെച്ച് തരാം. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ ഓർഡർ ചെയ്തിട്ട് അവർക്ക് മെസ്സേജ് അയച്ചതും കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അവർ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. നമ്മൾ 2 ദിവസം സമയമൊക്കെ അവർക്ക് കൊടുത്തു. പക്ഷേ ഇതിൻ്റെ റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തന്നില്ല. നമ്മുടെ കാശ് പോയി, കല്ലൊക്കെ പോയി, ഒരു മാലയും കിട്ടി, ഒരു ജോഡിയിൽ നിന്ന് ഒരു കമ്മലായിട്ടുള്ളത് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ എല്ലാവരും ഇതിൽ കയറി ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ചതിക്കപ്പെടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്തായാലും ചതിക്കപ്പെട്ടു, നല്ല നിലയ്ക്ക് ചതിക്കപ്പെട്ടു. എന്താ വെച്ചാൽ ഇത്രയും ഒരു യൂട്യൂബിൽ ഇൻസ്റ്റയിൽ നിൽക്കുന്ന ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്കാരിൽ നിന്ന് ഇത്രയും ഒരു ചതി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അപ്പോൾ അതായിരിക്കും ഓരോരുത്തരുടെ ഓരോരുത്തരുടെ മാനേഴ്സും കാര്യങ്ങളും ഒക്കെ അത് അവർ പറയുകയും ചെയ്തു. പക്ഷേ ഇതെല്ലാം തലയെ വന്നത് ഈ പറയുന്ന ലൈഫ് ഓഫ് അനന്തിൻ്റെ മണ്ടയ്ക്കോട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വന്നത്. പുള്ളിയാണ് തകർക്കാൻ നോക്കിയെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു ഇദ്ദേഹം കഥ അറിയാതെ കുറേയൊക്കെ ആട്ടം കണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒരു നിലപാടില്ല സത്യം പറഞ്ഞ ഈ വ്യക്തിക്ക്. കാരണം യഥാർത്ഥ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് വെച്ചാൽ ഉപദേശം ഭയങ്കര തത്വം പറച്ചിലാണ്. പണ്ട് പുള്ളി പറഞ്ഞ രീതിയിലും ഡ്രസ്സിൻ്റെ കാര്യങ്ങളും മാന്യമായിട്ട് നടക്കണമെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പം അറിയാലോ ഇപ്പം എന്താ സംഭവിക്കുന്നതും ഒക്കെ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു വിഷയം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ തോന്നി. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യാം. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഈ പറയുന്ന കൃഷ്ണകുമാർ? എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഒരുപാട് അച്ഛന്മാരായി ഇങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറയുന്ന ഒരുപാട് കുട്ടികളും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരൊക്കെ ഭയങ്കര കമന്റും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമാണ്. അതും കൂടെ ഒന്ന് ചിന്തിച്ചാൽ നല്ലത്. ഇതൊക്കെ കണ്ടിട്ട് എൻ്റെ പൊന്നു മക്കളെ, ഈ റിയലും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ചെന്ന് കുഴി ചാടരുത്, അത്ര എനിക്ക് പറയാനുള്ളത്. ഇവർക്കൊക്കെ മാറ്റി പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ കേട്ടൊക്കെ വിശ്വസിച്ച് ഇവരെയൊക്കെ അതായത് ഈ പെണ്ണുങ്ങളെയൊക്കെ വിശ്വസിച്ച് ഈ വ്ളോഗ് ചെയ്യുന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നതാണ് സത്യം എന്നും പറഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നെങ്കിലും ഇതൊക്കെ മനസ്സിലാവും ഇതിൻ്റെ റിയാലിറ്റി കാര്യങ്ങളൊക്കെ. നമുക്കൊരു കുട്ടികളുണ്ടായി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ ഈ അറിയാതെ ഓരോ കുഴിയിലൊക്കെ ചെന്ന് വീഴുമ്പോഴായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും നമ്മളും ഇതിനെക്കുറിച്ചൊക്കെ തത്വം പറഞ്ഞു കൊടുക്കുന്നത്. തന്ത വൈബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ഈ ഞാൻ തന്നെയാണ്. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ബൈ, ലവ് യു ഓൾ.